ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 61 ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ബിന്നിയുടെ ഹസ്ബൻഡാണ് ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി അത് ബെന്നിക്ക് നല്ല മെൻ്റൽ സപ്പോർട്ടും, ബിന്നിയുടെ ഗ്രാഫാണെങ്കിൽ നല്ല ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ക്യാപ്റ്റൻസി ടാസ്കിൽ ഇപ്പോൾ ബിന്നി തിളങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കരസ്ഥമാക്കി ടാസ്കിലൊക്കെ ജയിക്കുന്നുണ്ട്, ഫസ്റ്റ് ലേഡി ക്യാപ്റ്റൻ ഓഫ് ബിഗ് ബോസ് ഹൗസായി. അങ്ങനെ പല കാര്യങ്ങളും നേട്ടങ്ങളൊക്കെ ബിന്നി കളിച്ച് നേടി അങ്ങ് മുന്നിലോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അതായത് വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, ഒരുവിധം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടാവുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ബിന്നിയുടെ ഈ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇന്ന് ഉണ്ടായ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, കിച്ചണിൽ എപ്പോൾ ഒരു അടി ഉണ്ടാവും. അപ്പോൾ ഇന്നും ഒരു അടി ഉണ്ടായിരിക്കുകയാണ്. അതായത് അനീഷ് തുടക്കം കുറിച്ച അടി, അനിമോളും അക്ബറും ഉണ്ടായിരുന്നു. ഒരു ട്രിപ്പിൾ ഡുവോ എന്ന് പറയേണ്ടി വരും, ആ രീതിയിലായിരുന്നു അടി. അതായത് ഇന്നലെ കിച്ചൺ ഡ്യൂട്ടിയിൽ കയറിയിരുന്നപ്പോൾ അനിമോൾ കച്ചറ ഉണ്ടാക്കി, പക്ഷേ ഇന്ന് കച്ചറ ഉണ്ടാക്കിയത് അനീഷാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്ന് 3 പേരുടെ വീട്ടിൽ നിന്നുമാണ് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. നവീൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി, ഒനീൽ. അപ്പം നമുക്കറിയാം ലക്ഷ്മിയും ഒനീലും തമ്മിലൊക്കെ മുമ്പ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒനീലിൻ്റെ ഫാമിലിയൊക്കെ വന്നപ്പോൾ ലക്ഷ്മി ഒനീലിൻ്റെ അമ്മയുടെ കാലിലൊക്കെ തൊട്ട് മാപ്പൊക്കെ പറഞ്ഞു. അവരിപ്പോൾ ഫ്രണ്ട്സാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നവീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി ആദില നൂറയുടെ ഇഷ്യൂവിൽ നമുക്കറിയാം ഭയങ്കര രീതിക്ക് ലക്ഷ്മിക്ക് പുറത്ത് നെഗറ്റീവ് ആയതൊക്കെ ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ലക്ഷ്മിയുടെ അമ്മ ആദില നൂറേനെ അടുത്ത് ചേർത്ത് നിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഫാമിലീസ് വന്ന ഒരുവിധം വീട്ടുകാരെല്ലാവരും തന്നെ ആദില നൂറയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു ഫാമിലി ടാസ്ക് കഴിയുന്നതോടുകൂടി പലരുടെയും ഗെയിമുകൾ മാറി മറിയും, പല ബന്ധങ്ങളും ഉലയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്യൻ ആൻഡ് ജിസലിൻ്റെ റിലേഷൻഷിപ്പ് തന്നെയാണ്. വളരെ സ്ട്രോങ് ആയി എല്ലാവരുടെ മുമ്പിലും എന്ത് ചോദ്യത്തിനും മറുപടിയായി നിന്നിരുന്ന ആര്യൻ നേരെ സൈഡ് മാറി. അതുപോലെ തന്നെ ജിസലാണെങ്കിൽ വലിയ രീതിയിൽ കൺഫ്യൂസ്ഡുമാണ്. ജിസലിൻ്റെ പെരുമാറ്റവും ഷാനവാസുമായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസലിനൊട്ടും ആര്യൻ ലക്ഷ്മിയോട് അടുക്കുന്നത് ഇഷ്ടമാകുന്നില്ല, ആര്യൻ ലക്ഷ്മിയോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമാകുന്നില്ല. ജിസേലിൻ്റെ അടുത്ത് ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയ ആര്യൻ ലക്ഷ്മി വന്നപ്പോൾ സംസാരിച്ചിരിക്കുന്നത് കണ്ട് അത്രയും ഒരു ചെറിയ കാര്യം പോലും വലിയ രീതിയിലാണ് ജിസേലിനെ ഹേർട്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഷാനവാസ് പോലെയുള്ള അമ്മാവന്മാരൊക്കെ പറഞ്ഞത് ഇപ്പം ശരിയായി എന്ന് പോലും വിശ്വസിക്കുന്ന ഒരു അധപ്പതനത്തിലോട്ടേക്ക് നമ്മുടെ ജിസയിൽ എത്തിയിരിക്കുകയാണ്. ജിസൈലിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുള്ളതല്ല. അമ്മാതിരി രീതിയിലാണ് നമ്മുടെ ജിസൈലിൻ്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നെഗറ്റീവ്ലി ജിസൈലിനെ ബാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ആര്യനെയും വളരെ സൈഡിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവം. പക്ഷേ എല്ലാവരും കമൻസിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ആര്യൻ്റെ ഫാമിലി ഡബ്ല്യു ആറ്റിറ്റ്യൂഡാണ്, ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആര്യൻ്റെ അമ്മയായിക്കോട്ടെ ബ്രദറായിക്കോട്ടെ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് മൈൻഡഡാണ്. അവരെല്ലാ കാര്യങ്ങളെയും കാണുന്നത്. അതായത് നമ്മുടെ പാപ്പരാസികൾ ഇവർ ലവ് ട്രാക്ക് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവർ ലവ് ചെയ്യട്ടെ, അവരുടെ ഏജ് അതല്ലേ, അവർ ഫ്രീ പേഴ്സൺസ് അല്ലേ, അവരത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ കപ്പ് ആര്യൻ്റെ ഫാമിലി തൂക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പലരും. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങളെന്നൊക്കെ വെച്ചാൽ ഇതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ഒട്ടനവധി ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.